കുട്ടികൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രെജുഡിസ്ഡ് ആവുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ശരിക്കും നമ്മളുടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? മക്കൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. അങ്ങനത്തെ ഒരു കാറ്റഗറി കൊള്ളാലോ. ദ അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഹ്യൂമൻ ബീങ് ഏകദേശം എത്രയായിരിക്കും? ആക്ച്വലി ദിസ് ബോയ് വാസ് സൈബർ ബുള്ളീഡ്. IRCTC കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ഒരാൾ കമന്റ് അയച്ചു. ഇന്ത്യൻ റെയിൽവേ അല്ലേ? ഇന്ത്യൻ റെയിൽവേ നിങ്ങളുടെ സൈറ്റിൽ കയറുമ്പോൾ വളരെ മോശമായിട്ടുള്ള സ്ത്രീകളുടെ അണ്ടർ ഗാർമെന്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് അഡ്വർടൈസ്മെന്റ് ആണ് വരുന്നത്. ഇത് വളരെ മോശമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ റിപ്ലൈ അയച്ചു, നമ്മുടെ ഇതിന്റെ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു കുക്കിയാണ്. അപ്പോൾ നിങ്ങളുടെ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിൽ കാണുന്നത്. നിങ്ങൾ ബുക്കിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നിങ്ങളുടെ അവിടെ ബുക്ക് കാണും. അപ്പോൾ നിങ്ങൾ എന്താണോ അതാണ് അവിടെ കാണുന്നതെന്ന് തിരിച്ചു പറഞ്ഞത്. അപ്പോ നമ്മൾ എന്താണോ അതാണ് അവിടെ കാണുന്നത്. ശരിക്കും നെറ്റ്ഫ്ലിക്സ് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിക്കായിരുന്നു. എന്റെ നെറ്റ്ഫ്ലിക്സ് പേജ് ഞാൻ ഈ 90s ക്ലാസിക് മൂവീസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇംഗ്ലീഷ് മൂവീസ് അപ്പൊ അതൊത്തിരി കാണുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കാറ്റഗറി ഉണ്ട്. ഞാൻ എന്റെ വൈഫിന്റെ ഇത് കയറിയപ്പോ അങ്ങനെ കാറ്റഗറി ഇല്ല. ക്ലാസിക്സ് ഓഫ് 90s പറഞ്ഞിട്ട് എനിക്കൊരു 90s 80s 90s ആ ഒരു ഇതിന്റെ ഇത് ടൈപ്പ്. അതിനകത്ത് നിറച്ചും അങ്ങനത്തെ പടങ്ങളാണ്. മറ്റേ ഗുഡ് വിൽ ഹണ്ടിങ് അങ്ങനെ പറഞ്ഞ ഭയങ്കര രസമുള്ള പടങ്ങളുണ്ട്. വാഷിംഗ്ടന്റെ ഒക്കെ പഴയ പടങ്ങള്. അങ്ങനത്തെ ഒരു കാറ്റഗറി കൊള്ളാലോ. അങ്ങനത്തെ ഒരു 4-5 പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയായി എന്റെ നെറ്റ്ഫ്ലിക്സ്. അതെ, എനിക്ക് വന്ന സജഷൻസും അങ്ങനെയാണ്. അതെ, പിന്നെ അപ്പം ഈ അൽഗോറിതത്തിന്റെ ഒരു ഭയങ്കര രസാ. നമ്മള് ഇപ്പൊ ഒരാള് ഫാൻ വേണമെന്ന് ടൈപ്പ് ചെയ്താൽ അൽഗോറിതം സജസ്റ്റ് ചെയ്യും പീപ്പിൾ ഹൂ ബൈ ഫാൻ ഓൾസോ ബൈ എ ചെയർ ആൻഡ് എ റോപ്പ്. ChatGPT ഇന്നാള് നമ്മളൊരു ഇത് കിട്ടില്ലായിരുന്നു. ഒരു പയ്യൻ പുള്ളിയുടെ എല്ലാ വിഷമങ്ങളും ChatGPT ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ChatGPT ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ ഇത് ചെയ്തു, പക്ഷെ മരിച്ചില്ലാന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി താഴെ ChatGPTയുടെ ഒരു ഡിസ്ക്ലെയിമർ വായിക്കാൻ മറന്നുപോയി. ChatGPT ഓൾസോ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. എക്സ്പെൻസീവ് മിസ്റ്റേക്ക് ആയി പോയത്. അതെ അതെ അതെ. അല്ല, മാത്രമല്ല ഈ അൽഗോറിതത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടിങ് ഫേം ഉണ്ട്. അപ്പൊ അവര് ഓൾമോസ്റ്റ് 8.7 മില്യൺ ഫേസ്ബുക്ക് യൂസേഴ്സിന്റെ അടുത്ത് അവരുടെ ഡാറ്റ അവര് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അവര് ഒരു ടെസ്റ്റ് സർക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് വരാറില്ലേ ഇപ്പൊ ഈ പറഞ്ഞ ഫേസ് ആപ്പ്, അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ വരുമല്ലോ. അപ്പൊ നമ്മളും അതിനകത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മള് എപ്പോഴും അതിനകത്ത് ചാടി വീഴും, പക്ഷെ ഇതിന്റെ പിന്നിൽ എന്താന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പൊ ആൾക്കാർ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ടെസ്റ്റ് കൊടുത്തു. പക്ഷെ അവരിത് ഉപയോഗിച്ചത് അവരുടെ ക്യാമ്പയിൻസിന് വരുന്ന മൈക്രോ ടാർഗറ്റഡ് പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മുടെ ഈ AI-യുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എക്കോ ചേംബേഴ്സ്. എക്കോ ചേംബർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഇന്ന ആളെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ അയാളുടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള അയാളെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അപ്പോൾ വി ആർ ക്രിയേറ്റിംഗ് എ പോളറൈസ്ഡ് വേൾഡ്. ഞാൻ വിചാരിക്കുന്നതാണ് സത്യം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് അവർ സൃഷ്ടിക്കുന്നത്. അപ്പൊ അത് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പൊ എന്നിട്ട് അവര് ആക്ച്വലി ഫേസ്ബുക്കിനെ $5 ബില്യൺ അങ്ങോട്ട് ഫൈൻ ചെയ്തു ചെയ്യുന്നതിന്. കാരണം നമ്മളെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഒരു ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യാന്ന് പറയും, പക്ഷേ വി ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ്. US പൊളിറ്റിക്സിൽ അതിനകത്ത് ഇത് വന്നായിരുന്നു. അതെ 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 അതെ. പിന്നെ അതുപോലെ സ്ട്രാവ അറിയാമല്ലോ. സ്ട്രാവ അവര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്ലോബൽ ഹീറ്റ് മാപ്പ് അവര് പബ്ലിഷ് ചെയ്തു. അപ്പോ ആൾക്കാരുടെ റണ്ണിങ് പാറ്റേൺസ് എല്ലാം കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഹീറ്റ് മാപ്പ് കിട്ടുമല്ലോ നമ്മളൊരു ദിവസം അല്ല ഒരു മാസം ഓടി കഴിയുമ്പോൾ. പക്ഷെ അവർക്കൊരു പ്രശ്നം പറ്റി. ഈ ഹീറ്റ് മാപ്പില് US സോൾജിയേഴ്സിന്റെ ഹീറ്റ് മാപ്പും വന്നു. അപ്പോൾ US-ന്റെ ഒക്കെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള സീക്രട്ട് ലൊക്കേഷനിലെ ഹീറ്റ് മാപ്സും ഇതിനകത്തൂടെ പുറത്തു വന്നു. അപ്പോൾ
അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു ദിവസം എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു, അതും വളരെ എന്താണ് ഈ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാ ഡാറ്റ അവിടെ കിടക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായി. ഒരു ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഒന്ന് ആലോചിക്കണം, ഒരു എക്സ് ഓർ വൈ കമ്പനി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലും അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെ. പിന്നെ ടു ദ ഗ്രേറ്റർ എക്സ്റ്റെന്റ് നമ്മുടെ എല്ലാ വീട്ടിലൊരു സംഭവമാണ് അലക്സ ആൻഡ് സിറി, അല്ലെ? അത് എന്താ ചെയ്യുന്നത്? കേട്ടോണ്ടിരിക്കും അല്ലെ? അപ്പൊ ആ കേൾക്കുന്നതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ഈ അലക്സ ആൻഡ് സിരി നമ്മുടേത് കേൾക്കുക മാത്രമല്ല, നമ്മുടെ എന്താണ് കേൾക്കുന്നത്? വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് അവർ കേൾക്കുന്നത്. ഈ കോൺവെർസേഷൻസ് കേട്ടോണ്ടിരിക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അത് പ്രോസസ് ചെയ്യുകയും ആ പ്രോസസ് ചെയ്ത കണ്ടന്റ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ വളരെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള, അത് വളരെ എന്താണ് ഒരു ഇഷ്യൂ ആകാൻ കാരണം ഈ പറഞ്ഞ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളുടെ കോൺവെർസേഷൻ അവര് റാൻഡം ആയിട്ടുള്ള അയാളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആർക്കും അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ ആ മാർക്കറ്റിംഗിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് സോഷ്യൽ ലിസണിങ് എന്ന് പറഞ്ഞാൽ, കസ്റ്റമേഴ്സിനോട് ചോദിക്കാതെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അറിയാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വാട്ട് കസ്റ്റമേഴ്സ് ടോക്ക് അബൌട്ട് യു ഇൻ ദ സോഷ്യൽ മീഡിയ. ഇപ്പൊ വാട്സാപ്പിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന, ആ ബ്രാൻഡുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കപ്പെടുന്ന വാക്ക് ഏതാണ്? അപ്പോൾ അതാണ് ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു റിവ്യൂ. അല്ലാതെ ഒരു പബ്ലിക് ഫോറത്തിൽ ആൾക്കാർ പറയുന്നതല്ല. അപ്പോ സോഷ്യൽ ലിസണിങ് വളരെ എന്താണ് റെലവെന്റ് ആണ്. അതെ, ഈ സോഷ്യൽ ലിസണിങ് നമ്മളിപ്പോ ഫേസ്ബുക്ക് ആണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അതെ, ഈ സോഷ്യൽ ലിസണിങ് ഒരു സംഭവമാണ്. നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്തു, പിന്നെ എല്ലാ ഇത് വരുന്നത് ഒരാളെ കുറിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരുന്ന ആളെ കുറിച്ച്. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ US പൊളിറ്റിക്സ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ അല്ല, അതിന് മുമ്പിലത്തെ ഇലക്ഷനിൽ ഹിലറി ക്ലിന്റൺ സമയത്ത് എനിക്ക് ഡെമോക്രാറ്റ്സിന്റെ ആ ഒരു ഇത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനത് ജസ്റ്റ് ഞാൻ US പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ കുറച്ചിങ്ങനെ അതിനെ കുറിച്ച് വായിക്കാനും സോഷ്യൽ മീഡിയയിൽ നോക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ട്രംപിനെതിരെയുള്ള മറ്റേ ഈ റിപ്പബ്ലിക്കൻസിനെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോസ് ആയി മൊത്തം. ഞാനത് ഇങ്ങനെ ഫോളോ ചെയ്തപ്പോൾ അവസാനം ട്രംപിന് ഭയങ്കര എതിരായി. നമുക്ക് ഉള്ളില് ട്രംപിനെ കുറിച്ച് ഭയങ്കര ദേഷ്യം. അപ്പോൾ പക്ഷെ ട്രംപ് അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിലുള്ള ഇതാ വരുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് ഇതൊന്നും ശരിയാണെന്ന് അറിയത്തില്ല. ഇതൊന്നല്ല, ഞാൻ ട്രംപിനെ കുറിച്ച് എനിക്ക് ട്രംപിനെ കുറിച്ച് ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി അഫക്റ്റിംഗ് മീ. ഞാൻ എന്തിന് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു? ട്രംപ് ഒരു പ്രസ്ഥാനം വരുമ്പോഴേക്കും എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് ദേഷ്യം തോന്നും. എന്നാലും അങ്ങനെ പക്ഷെ ഇറ്റ് വാസ്, ഞാൻ പുറകോട്ട് ചിന്തിച്ചപ്പം ഇറ്റ് വാസ് ആക്ച്വലി അത് അൽഗോരിതം. ഇതെന്നെ ഇങ്ങനെ ഫീഡ് എന്നൊരു ഡെമോക്രാറ്റ് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെ അതെ, കാരണം നമ്മൾ അൽഗോരിതം ഈസ് ഷേപ്പിംഗ് അവർ ലൈഫ്സ്. പിന്നെ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു എന്താണ് ഒരു സൂക്തവാക്യം എന്ന് പറയുന്നതാണ്, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ യു ആർ ദ പ്രൊഡക്റ്റ്. സത്യം. ഞാനത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ യു ആർ ദ പ്രൊഡക്റ്റ്. ഇപ്പോ സോഷ്യൽ മീഡിയ ഫ്രീ ആണ്. ഫേസ്ബുക്ക്, ടിക്ടോക്ക്, പിന്നെ ഇൻസ്റ്റഗ്രാം എല്ലാം ഫ്രീ ആണ്. അപ്പോ അവരുടെ റവന്യൂ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അവരുടെ പ്രൊഡക്റ്റ്. നമ്മുടെ അറ്റൻഷനും നമ്മുടെ ഫോക്കസുമാണ് അവർ വിൽക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ അവർക്ക് വിൽക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റ് ആയി മാറണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതുപോലെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ, അതുപോലെ ഗെയിംസ്, ആപ്സ്, ഇതെല്ലാം സെല്ല് ചെയ്യുന്നത് നമ്മുടെ ഫോക്കസും നമ്മുടെ അറ്റൻഷനും നമ്മുടെ ഡാറ്റയുമാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്താണോ നമ്മളെ സെല്ല് ചെയ്യാൻ ഒരിക്കലും ഒരാളെ നമ്മൾ അനുവദിക്കരുത്. വി ഷുഡ് നെവർ ലെറ്റ് us be somebody else's product. ഈ സോഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞപ്പോ, അതെ, സോഷ്യൽ മീഡിയ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള കാര്യമുണ്ട്. ഇതാണ് ഈ പേളിമാനിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ കുറെ ആൾക്കാർ
എന്നൊക്കെ. അതെ അതെ അതെ. ഇത് റിയൽ ആണോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവരുടെ നമ്മളവർക്ക് ഇത്ര സന്തോഷമായിട്ട് ഇത്രയും രസമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. എനിക്ക് എന്റെ മനസ്സ് വരാറുണ്ട് ഇപ്പഴല്ല പണ്ട്. അപ്പോ അത് റിയൽ ആണോ? ലൈക്ക് ഹൗ ഇറ്റ്സ് അഫക്ടിങ്? അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്, എവരിബഡി ലൈസ് ബൈ സെത്ത് സ്റ്റെഫൻസ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഇതിന്റെ ഉത്തരവാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഇപ്പൊ ഈ നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവരെന്താണോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇപ്പൊ അവരുടെ കാല് മുറിഞ്ഞു, അല്ലെങ്കിൽ അവർക്കൊരു ദിവസം വയറുവേദന വന്നു, അല്ലെങ്കിൽ അവർക്കൊരു ദിവസം തലവേദന വന്നു, അവർ സോഷ്യൽ മീഡിയയിൽ ഇടുവോ? ഇല്ല. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല വശങ്ങൾ മാത്രമേ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുള്ളൂ. അപ്പൊ നമ്മൾ ആ 1% അവരുടെ ജീവിതത്തിലെ നല്ലത് കണ്ട് ബാക്കി 99% അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഈ പറഞ്ഞ എവരിബഡി ലൈസ് എന്ന ബുക്കിനകത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു യേൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ ദേ ആർ മോർ ഡിപ്രസ്ഡ്. കാരണം ദേ തിങ്ക് ദാറ്റ് അതർ പീപ്പിൾ ആർ ലിവിങ് എ ഫാന്റാസ്റ്റിക് ലൈഫ് and we are living miserable. But the reality is people lie in social media. അതാണ്. അതിന് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒന്ന്, 2 ടൈപ്പ് ബുക്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ദ അറ്റ്ലാന്റിക് ആൻഡ് നാഷണൽ എൻക്വയറർ. അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റലക്ച്വൽ ബുക്കാണ്. നാഷണൽ എൻക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോസിപ്പ് ബുക്കാണ്. അപ്പൊ അദ്ദേഹം ആദ്യം ഇതിന്റെ റിയൽ സർക്കുലേഷൻ എടുത്തു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇതിലേതാണ് വായിക്കുന്നത് എന്ന് പറയുന്നതിന്റെ ഡാറ്റയും എടുത്തു. സോ ആൾക്കാർ ശരിക്കുള്ളതിനകത്ത് നാഷണൽ എൻക്വയറർ സെയിൽസ് 2-3 times more than ദ അറ്റ്ലാന്റിക്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ 45 times people say that they read the Atlantic. കാരണം they want to create an impression that they are intellect. അതുപോലെ വാട്ട് പീപ്പിൾ ഡു ഇൻ റിയൽ ലൈഫ്, 2 എക്സാമ്പിൾ അദ്ദേഹം കൊടുത്തു. ഒന്ന് ഗോൾഫിംഗ് എന്ന് പറഞ്ഞാൽ റിലാക്സിങ് വർക്ക്, ആൻഡ് ഒന്ന് വീട്ടിലെ നോർമൽ വർക്ക്, വാഷിംഗ് ദ ഡിഷസ്. അപ്പൊ നോർമൽ കേസിൽ 2 times more chance that you are washing the dish than playing golf. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് 6 times people tend to say that they are playing golf than being in social media. അതുപോലെ ഇപ്പം ലാസ് വേഗാസിൽ പലേസോ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ഹോട്ടലും ഉണ്ട്, സർക്കസ് എന്ന് പറഞ്ഞൊരു നോർമൽ ഹോട്ടലും ഉണ്ട്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ ലാസ് വേഗാസിൽ പോയാൽ ചെക്കിംഗ് ഇൻ ടു പലാസോ എന്ന് പറയും. അപ്പോ ആൾക്കാർ പക്ഷെ ശരിക്കും അതിന്റെ റേറ്റിംഗ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ദേ ടെൻഡ് ടു സ്റ്റേ മോർ ഇൻ ബഡ്ജറ്റ് ഹോട്ടൽ. അപ്പൊ പീപ്പിൾ ലൈ ഇൻ സോഷ്യൽ മീഡിയ. നമ്മളതിന് വിക്ടിം ആയിപ്പെടുകയാണ്. അതെ അതെ. അപ്പൊ അതിനകത്ത് വേറെ കുറെ രസകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് മനുഷ്യനുണ്ടായ കാലം മുതലേ ആൾക്കാരെ എന്താണ് എപ്പോഴും ക്യൂരിയസ് ആക്കിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് മറ്റേയാൾ ചിന്തിച്ചത്? എനിക്ക് മറ്റേയാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുമോ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചു. അവര് എന്താണ് ഹിപ്നോട്ടിസം പഠിച്ചു, അവര് ഈ മാർക്കറ്റിയേഴ്സ് അവര് ബ്രെയിൻ വേവ്സിലൂടെ ചിന്തകൾ മാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു, കണ്ണുകളുടെ ഡയലേഷൻ വഴി മാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സംഭവിച്ചു, ബോഡി ലാംഗ്വേജ് വഴി ചിന്തകൾ മാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സംഭവിച്ചു. അപ്പൊ ഇതൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരവും തന്നില്ല. പക്ഷേ ഈ ഡിജിറ്റൽ വേൾഡിൽ ഈ ഓതർ സേത്ത് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം ഈ മനുഷ്യൻ വളരെയധികം റൂത്ത്ലെസ്ലി ഓണസ്റ്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ ആ സ്ഥലത്ത് നമ്മൾ പറയുന്നു. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ട്രൂത്ത് സെറം എന്നാണ് പറയുന്നത്. ഏതാണ് ആ സ്ഥലം? ChatGPT ആണോ? ഗൂഗിൾ ആണോ? ChatGPT വരുന്നതിന് മുമ്പ് ഇറങ്ങിയ ബുക്ക് ആയതുകൊണ്ടാണ് ഗൂഗിൾ. ഇപ്പോ നമ്മുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ നമ്മൾ ആരാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോ ആൾക്കാർ അതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ വീടാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് രസകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ US ഇലക്ഷന്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്,
US-ല് റേസിസം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോ 400 വർഷങ്ങൾ കഴിഞ്ഞ് ഒബാമയുടെ ഇലക്ഷന്റെ സമയത്ത് ഒബാമ പ്രസിഡന്റായി. അപ്പോൾ US-ൽ എല്ലാവരും പറഞ്ഞു തുടങ്ങി റേസിസം ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്, കാരണം വി ഹാവ് എ ബ്ലാക്ക് പ്രസിഡന്റ്. അപ്പോ ആ സമയത്താണ് പിന്നെ ട്രംപുമായിട്ടുള്ള ഇലക്ഷൻ വന്നത്. അപ്പൊ ട്രംപുമായിട്ടുള്ള ഇലക്ഷൻ വന്നപ്പോൾ എല്ലാവരും ട്രംപിന്റെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും എല്ലാം കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ട്രംപ് ഈസ് ഗോയിങ് ടു ലൂസ്. എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും എല്ലാ സർവേകളിലും ട്രംപ് വാസ് ഗോയിങ് ഡൗൺ. അതെ, ബട്ട് ടു ദ സർപ്രൈസ് ഓഫ് എവരിബഡി ട്രംപ് വൺ. ആൻഡ് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തിയ സ്റ്റഡിയിൽ there was only one indicator that showed that Trump was going to win. അത് ഗൂഗിൾ സെർച്ച് ആണ്. എന്ന് പറഞ്ഞാൽ നിഗർ എന്ന വാക്ക്, നിഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പീപ്പിളിനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോ നിഗർ എന്ന വാക്ക് 7 മില്യൺ തവണ ഒരു അമേരിക്കയിലെ ഒരു വർഷം സെർച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നിഗർ എന്ന വാക്ക് സെർച്ച് ചെയ്യപ്പെട്ട ഏരിയകളിലാണ് ട്രംപിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതുപോലെ ഒബാമയുടെയും ഇൻ കോൺട്രറി ഏറ്റവും കൂടുതൽ നിഗർ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച സ്ഥലത്താണ് അദ്ദേഹത്തിന് ഏറ്റവും വോട്ട് കുറവ് കിട്ടിയത്. ദ ഹിഡൻ റേസിസം എക്സിസ്റ്റ് ഇൻ US. നേരിട്ടൊരാൾ ചോദിക്കുകയാണെങ്കിൽ അവരൊരിക്കലും റേസിസ്റ്റ് എന്ന് പറയില്ല. പക്ഷേ മൈ സെർച്ച് ബിഹേവിയർ വാട്ട് യു കോൾ ഷോസ് ഹു ഐ ആം. അതെ, അതുപോലെ വേറെയും കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു എക്സാമ്പിള്, കുട്ടികൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രെജുഡിസ്ഡ് ആവുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കുട്ടികളെ വളരെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ കാണുന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ ബയസ്ഡ് ആയിട്ട് കുട്ടികളെ കാണണം. ടീച്ചേഴ്സ് കുട്ടികൾ അങ്ങനെ ബയസ്ഡ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ജെൻഡർ വൈസ്. ഐ തിങ്ക് ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി ഇറ്റ് വാസ് പേരൻസ്. സെർച്ച് ഹിസ്റ്ററിയിൽ നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്തു ഈസ് മൈ കിഡ് ഗിഫ്റ്റഡ്. ബട്ട് എൻ്റെ മകൻ ഗിഫ്റ്റഡ് ആണോ എന്നുള്ളത് ഇറ്റ് വാസ് 5 times more searched than ഈസ് മൈ ഡോട്ടർ ഗിഫ്റ്റഡ്. അതുപോലെ ഈസ് മൈ ചൈൽഡ് ഹാൻസം ഓർ ബ്യൂട്ടിഫുൾ. ഇത് കുട്ടികളുടെ ആൺകുട്ടികളുടെ കാര്യത്തിൽ 3 times ആയിരുന്നു, പെൺകുട്ടികളുടെ കാര്യത്തിൽ only 1 time. അതുപോലെ അപ്പൊ പേരൻസിന്റെ ഇടയിൽ ഒരുപാട് ഹിഡൻ ബയാസസ് ഉണ്ട്. അതെ, അതും അവിടെയാണ് പുറത്തു വന്നത്. അതുപോലെ ഈ പറഞ്ഞ സൂയിസൈഡ്. അപ്പോ ഈ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ച ആൾക്കാര് അടുത്ത് ചെയ്യുന്ന എന്താണ്? സെർച്ച് ചെയ്യും. ദാറ്റ് ഈസ് ദേ വിൽ സെർച്ച് ഫോർ വേസ് ടു സൂയിസൈഡ് ആൻഡ് ദേ വിൽ. അപ്പൊ ഈ സൂയിസൈഡിന് മുമ്പ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് മെയിൻലി maybe because of some health reasons. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഹെൽത്ത് റീസൺ എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ്. രണ്ടാമത്തേത് ഹെർപ്പീസ് ആയിരുന്നു. US-ലെ കേസാണ്. അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇപ്പൊ ഹെർപ്പീസ് വന്നു. അപ്പൊ പിന്നെ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഹെർപ്പീസിനെ കുറിച്ചാണ്. അപ്പോ സെലിബ്രിറ്റീസ് വിത്ത് ഹെർപ്പീസ് അതും സെർച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് ആരെയും കിട്ടാറില്ല. അപ്പോ അങ്ങനെയുള്ള ആളുകൾ, സെലിബ്രിറ്റീസ് അത് ഓപ്പൺ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാത്തത് കാരണം പീപ്പിൾ വിൽ ബിക്കം ഡിപ്രസ്. കാരണം ഇപ്പൊ എനിക്ക് ക്യാൻസർ വന്നു, ക്യാൻസറുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ ഐ ഫീൽ only one among the lots. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ദ only person. അപ്പൊ അയാൾ പറയുന്നത് മോർ പീപ്പിൾ ഷുഡ് ഷെയർ ദെയർ സ്റ്റോറി സോ ദാറ്റ് വെൻ യു സെർച്ച് people also feel that there is a ray of hope. അതെ, ശരിയാട്ടോ. നമ്മള് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ബുക്ക് ഡിസ്കസ്, ഞാൻ വായിച്ചൊരു ബുക്കിനകത്ത് എഴുതിയേക്കുന്നത് ഒരു ഹ്യൂമൻ ബിഹേവിയർ ആണ് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ പാർട്ടായി തീരുക, ഒരു ഗ്രൂപ്പിന്റെ ബിഹേവിയറിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ശരിയാണ്. അപ്പൊ ഒരു ഗ്രൂപ്പിന്റെ അത് മാർക്കറ്റിംഗിൽ അതിന് പറയുന്നത് സോഷ്യൽ പ്രൂഫ് എന്നാണ്. കാരണം നമ്മള് ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിങ്ങില് നമ്മൾ ഏറ്റവും കൂടുതൽ റിലൈ ചെയ്യുന്നത് സോഷ്യൽ പ്രൂഫാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ എന്താണ് അവര് അതിന് താഴെ ഫീഡ് കൊടുക്കും. ഏത്? പീപ്പിൾ ലൈക്ക് യു ഓൾസോ ബൈ ദിസ് ആൻഡ് 95% ഓഫ് ദ പീപ്പിൾ ഹാവ് ഓൾറെഡി ബോട്ട് ദിസ്. സെലിബ്രിറ്റീസ്
അത് സെലിബ്രിറ്റി സോഷ്യൽ പ്രൂഫാണ്. അതുപോലെ സോഷ്യൽ പ്രൂഫ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് അതെ അതെ. അത് ഒരു എന്താണ് നമ്മുടെ റോബർട്ട് ഷിയാൽഡനി, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഡിസ്കസ് ചെയ്തോളൂ. അപ്പൊ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വേ സോഷ്യൽ പ്രൂഫാണ്. അപ്പോ ഒരു ഹോട്ടൽ, അവിടെ അവർക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ടവൽസ് റീയൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് എന്താണ് വെള്ളവും ഒരുപാട് എന്താണ് എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് റീയൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അവർ ആലോചിച്ചു. അപ്പൊ അവര് പല ടൈപ്പ് സജഷൻസ് അവിടെ എഴുതി വെച്ചു. അപ്പൊ അതിനകത്ത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഓഫ് ദ പീപ്പിൾ ലൈക്ക് യു who are environmentally conscious reuse the towel എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഉപയോഗിച്ചു. അതെ, ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മോസ്റ്റ് പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, ഷെഫ് സ്പെഷ്യൽ. അപ്പോ സോഷ്യൽ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ ബുക്കിനകത്ത് ഒരു പോസിറ്റീവ് സൈഡ് പറയുന്നത് ഡോപ്പൽ ഗാങ്ങർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരൻ, പേഷ്യൻസ് ലൈക്ക് യു എന്ന് പറഞ്ഞ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു 50 വയസ്സായി, അപ്പൊ നമുക്ക് കുറെ ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് 40ാമത്തെ വയസ്സിൽ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് ഡൺ ദാറ്റ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ സെയിം ഫീച്ചേഴ്സ് ഉള്ള 50 വയസ്സുള്ള ആൾക്കാരുടെ 40ാമത്തെ വയസ്സിലുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്ത ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റി എന്ന് പറ്റുമെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് ആണ് അവർ പറയുന്നത്. അപ്പോൾ അവർ സ്റ്റഡി ചെയ്തത് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്. അപ്പൊ പാൻക്രിയാറ്റിക് ക്യാൻസർ സെർച്ച് ചെയ്ത ആളുകള് അവര് പാൻക്രിയാറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അവര് സെർച്ച് ചെയ്ത കോമ്പിനേഷൻസ് അത് അവര് നോക്കി. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാക്ക് പെയിൻ ആൻഡ് യെല്ലോ സ്കിൻ, ഇറ്റ് വാസ് എ പ്രെഡിക്റ്റർ ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസർ. ആൻഡ് ഇൻഡൈജഷൻ ആൻഡ് സ്റ്റൊമക് പെയിൻ, ഈ കോമ്പിനേഷൻ വാസ് എ പ്രെഡിക്റ്റർ ഓഫ് പാൻക്രിയാറ്റിക് ക്യാൻസർ. അപ്പൊ ഈ കോമ്പിനേഷൻസ് സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പൊ തന്നെ നമ്മൾ അലർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചാൻസസ് ഓഫ് ഓവർകമ്മിങ് ഓർ സർവൈവിംഗ് ദ ക്യാൻസർ വിൽ ബിക്കം ഡബിൾ. ഗൂഗിൾ സെർച്ച് പാറ്റേൺസ് വി ക്യാൻ സേവ് ലൈഫ്സ്. ഇപ്പൊ നമ്മള് പറഞ്ഞ ഒന്ന് പുറകിലോട്ട് പോവാണ്. നമ്മൾ ആ ഒരു അറ്റൻഷൻ സ്പാനിൽ കുറെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ, വെരി വാലിഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ അറ്റൻഷൻ സ്പാൻ ശരിക്കും നമ്മളുടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ നമ്മൾ കൂടുതൽ സെലക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയും ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചാനലായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയണത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പക്ഷെ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു പക്ഷെ കുറച്ച് സമയം ചിലപ്പോൾ കാണാൻ തോന്നുമ്പോൾ കാണും. അങ്ങനെ കുറെ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പുതിയ അറ്റൻഷൻ സ്പാൻ ഇല്ലാന്ന്. അപ്പൊ അദ്ദേഹം നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ വീഡിയോ 20 മിനിറ്റ് ലോങ് ആണ്, അതിനെ വെരി ഷോർട്ട് ആക്കിയിട്ട് ഇടാവോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഐഡിയ അതിനെ പറ്റിയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണോ അത് നമ്മൾ സെലക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണോ? വളരെ എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയുകയാണ്. സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ട് ദ അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഹ്യൂമൻ ബീങ് ഏകദേശം എത്രയായിരിക്കും? എനിക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ കണക്കനുസരിച്ചിട്ട് ഐ തിങ്ക് 3 സെക്കൻഡ്സ് അല്ലേ? ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാ വെച്ചിട്ട് 3 സെക്കൻഡിനുള്ളിൽ മനുഷ്യൻ മാറ്റുമെന്നാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 ഇറ്റ് വാസ് 12 seconds and in 2015 it was 8 seconds. Okay. അപ്പോൾ ഏകദേശം 10 വർഷം മുമ്പ് 8 seconds ആയിരുന്നു. ഇപ്പൊ ഇത് 3 സെക്കൻഡ് വരെ ആയി കാണാം. അപ്പൊ അതിനകത്ത് ആ സ്റ്റഡിയിൽ പറയുന്നത് ദ അറ്റൻഷൻ സ്പാൻ ഓഫ് എ ഗോൾഡ് ഫിഷ് വാസ് 9 seconds. അപ്പോൾ ഒരു ഇംഗ്ലീഷിൽ യൂസേജ് ഉണ്ട്, ആസ് ഡംപ് ആസ് എ ഗോൾഡ് ഫിഷ്. അപ്പോ നമ്മൾ 2015 തന്നെ വി ആർ ഗെറ്റിംഗ് ഡംബർ ദാൻ എ ഗോൾഡ് ഫിഷ്. 8 seconds ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റഡീസ് കാണിക്കുന്നത് മൈക്രോസോഫ്റ്റ് അവരൊരു സ്റ്റഡി നടത്തി. അപ്പൊ അവരുടെ വെബ്സൈറ്റുകളാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരാൾ എത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ സ്റ്റഡി ചെയ്തത്. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് ദർ ഈസ് ഓൺലി എ 10 second വിൻഡോ ബിറ്റ്വീൻ
വെദർ യു ആർ സ്റ്റേയിങ് ഇൻ ദ വെബ്സൈറ്റ് ഓർ യു ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വെബ്സൈറ്റ്. അപ്പൊ ആ വെബ്സൈറ്റിൽ അയാളെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് കിട്ടുന്നത് വെറും 10 സെക്കൻഡ് ആണ്. അതുപോലെ നമ്മളിപ്പോ ഒരു TV വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് വളരെ കോമൺ ആണ് അല്ലേ? അപ്പോ സ്റ്റഡീസ് ആർ ഷോയിങ് ദാറ്റ് പീപ്പിൾ ആർ യൂസിങ് എ സെക്കൻഡ് സ്ക്രീൻ ഓർ എ തേർഡ് സ്ക്രീൻ. ചിലപ്പോൾ ഒരു ടാബ് ഉണ്ടാവും, ഒരു ലാപ്ടോപ്പ് ഉണ്ടാവും. അതെ. അപ്പൊ ടിവിയിലെ പ്രോഗ്രാം ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ റിമോട്ടിൽ ഇങ്ങനെ മാറ്റും. അതിലൊന്നും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കും. മൊബൈൽ ഹാങ് ആയാൽ നമ്മൾ ലാപ്ടോപ്പ് നോക്കും. അപ്പൊ ഇതിനകത്തെ ക്യാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. Now we need a distraction within the distraction. That is a kind of distracted world that we are living in. പിന്നെ അതിന്റെ ഒരു എക്സ്ട്രീം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരിക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ഏറ്റവും അഡ്രിനാലിൻ റഷ് തരുന്ന ഒരു കാര്യമാണ് ഒരു ലൈസൻസ് എടുത്ത് ഒരു വണ്ടി വാങ്ങിക്കുക, ഡ്രൈവിന് പോവുക എന്നുള്ളത്. അതെ. പക്ഷേ ഇപ്പോൾ അത് US നടന്നൊരു സ്റ്റഡിയുടെ ഇതാണ്, ആൾക്കാരിൽ ലോങ് ഡ്രൈവ് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണെന്നാണ് കാണുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? ഇല്ല, കാരണം ഫിയർ ഓഫ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. 1 മണിക്കൂർ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നാൽ എന്ത് സംഭവിക്കും, എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ലൈനിങ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതെ. എനിക്ക് ഇപ്പൊ മക്കളാണെങ്കിൽ തന്നെ, എന്റെ കുഞ്ഞു മക്കള്, എനിക്ക് 3 മക്കളുണ്ട്. അവരുടെയൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഫോൺ കൊടുക്കാറില്ല. പക്ഷെ ഈവൻ TV യൂസ് ചെയ്ത് കഴിയുമ്പോ തന്നെ ഇവർക്ക് ആ സ്പീഡ് ഭയങ്കര ഹൈ ആണ്. അവർക്ക് ഒന്നിന്ന് അടുത്തായിട്ട് പോകണം, മറ്റേന്ന് പോകണം. ഒരിടത്ത് ഒരു ബുക്ക് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാ. കാരണം അത്ര വൈബ്രന്റ് അല്ല, അത്ര അറ്റൻഷൻ അവർക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഇപ്പൊ അവർക്ക് ഇപ്പൊ സ്കൂളിലാണെങ്കിൽ പോലും അവർക്ക് TV ഉണ്ട്. TV കാർട്ടൂൺ എല്ലാം കാണിക്കണമെങ്കിൽ പോലും അവർക്ക് ഇപ്പൊ എല്ലായിടത്തും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാ മക്കൾക്കും ഉണ്ട്. നമുക്ക് ഈ അറ്റൻഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും സാർ, ഇപ്പൊ അറ്റൻഷൻ സ്പാൻ ആണെങ്കിലും നമ്മൾ കൺസെപ്റ്റ് ഒത്തിരി കൺസെപ്റ്റുകൾ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഈ ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നു ഇറ്റ്സ് കമ്മിങ് ജനറേഷൻ. ഞാൻ ഐ എം വെരി വറീഡ് അബൌട്ട് മൈ 18-year-old. ഹി ഈസ് എ വണ്ടർഫുൾ കിഡ്. പക്ഷെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും എന്തായിരിക്കും. ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഞാൻ തന്നെ 38 വയസ്സായ എനിക്ക് 39 പാതി വഴക്കുറയും 30 വയസ്സായ എനിക്ക് എന്തോ ഒരു സ്ട്രഗിൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷം പോലും ആയിട്ടില്ല, 6 വർഷമായിട്ടുള്ളൂ. ഇപ്പൊ എന്റെ മോൻ ഈ ഡിജിറ്റലി ഇതായിട്ട് എത്ര കൊല്ലമായി, അവന്റെ ലൈഫ് മൊത്തം ഇതാണ്. അപ്പൊ അവൻ എന്തോരം അഫക്റ്റഡ് ആവുമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പൊ സാർ ഇതിനെ കുറിച്ച് വെരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. നമ്മുടെ പേരൻസ്, നമ്മളിത് കാണുന്ന പേരൻസിനും അല്ലെങ്കിൽ ഇത് കാണുന്ന കുട്ടികൾക്കും ഇപ്പൊ ഒരു വാട്ട് ഇറ്റ് മീൻസ് ഫോർ എ ചൈൽഡ്, ഒരു 8 വയസ്സോ 10 വയസ്സോ ഉള്ള ഒരാൾക്ക് ഈ ഒരു ഡിജിറ്റലി ഡെൻസ് ആയിട്ടുള്ള ഒരു ഈ ലൈഫിൽ ഹൗ ക്യാൻ ദേ സർവൈവ്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ഫോർവേഡ്? അപ്പോൾ ഈ നമ്മള് കുട്ടികൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ അവരുടെ വൊക്കാബുലറിയിൽ നിന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ പറയായിരുന്നു അവരുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനോട് ഫാമിങ്ങിനെ കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിനക്ക് ഏതൊക്കെ ടൈപ്പ് ഫാമിങ് അറിയാം എന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചു പറയാ എനിക്ക് ഓറ ഫാമിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താ ഈ ഓറ ഫാമിങ്, അവൻ ചുമ്മാ കയ്യിൽ നിന്ന് ഇട്ടതാന്ന് വിചാരിച്ചു. എന്നിട്ട് ടീച്ചർ പോയി നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഓറ ഫാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറ. ദാറ്റ് ഈസ് ഐ ആം കൂൾ, ഐ ആം കൂൾ, ഐ ആം എൻ ഇന്റലക്ട്. അങ്ങനെ ഇന്റൻഷനലി നമ്മളിപ്പം ഓരോ പോസ്റ്റുകൾ ഇട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറയുണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ഓറ ഫാമിങ്. അതെ, പ്ലേസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോ കുട്ടികൾക്ക് റിയൽ ഫാമിങ്ങിനെ കുറിച്ച് അറിയില്ല, ഓറ ഫാമിങ്. അതെ. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ബോൾ എന്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു നീ സിഗ്മയാണെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ സിഗ്മ എന്ന്. അപ്പൊ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി ഹു ഈസ് അൺകൺവെൻഷണൽ, സംബഡി ഹു ഈസ് ഇൻഡിപെൻഡന്റ്, സംബഡി ഹു ഈസ് വെരി അതെ. പിന്നെ എന്റെ ക്ലാസ്സിൽ ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിച്ചു വാട്ട് ഈസ് ദ മോസ്റ്റ് ബാഡ് ബിഹേവിയർ ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പൊ പറഞ്ഞു ഗ്യാസ് ലൈറ്റിംഗ് ആണെന്ന്. ഇപ്പൊ എന്താ ഈ ഗ്യാസ് ലൈറ്റിംഗ്? അതെ. അപ്പൊ ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റിംഗ് അതർ പേഴ്സൺസ് ബിഹേവിയർ സോ ദാറ്റ് ദേ ഓൾസോ വിൽ ബി കൺഫ്യൂസ്ഡ് വാട്ട് ഈസ് റിയൽ വാട്ട് ഈസ് റോങ്. പിന്നെ എന്റെ കൂടെ എന്റെ വൈഫിന്റെ കസിൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവളോട് ചോദിച്ചു, അവള് എന്തോ ഒരു കാര്യം ചോദിച്ചു, ഇറ്റ് ഈസ് നോട്ട് എ റോഡിയോ ഫോർ മീ.
അപ്പൊ എന്താ ഈ റോഡിയോ? അപ്പൊ ഇറ്റ്സ് നോട്ട് എ ഫസ്റ്റ് ടൈം ഫോർ മീ എന്ന് പറയുന്നതാണ് റോഡിയോ. അപ്പോ അവരുടെ ടെർമിനോളജീസ് തന്നെ മാറുകയാണ്. അതെ, അപ്പോ ഇതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ട് നമുക്ക് വാട്ട് ഇറ്റ് ക്യാൻ ഡു ടു എ ചൈൽഡ് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അഡോളസൻസ് എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എ നൈറ്റ്മെയർ ഫോർ എനി പേരന്റ്. അത് 4 എപ്പിസോഡേ ഉള്ളൂ. ആ 4 എപ്പിസോഡും ഇപ്പൊ സിനിമാറ്റോഗ്രാഫിക് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ അതൊരു സിംഗിൾ ഷോട്ടാണ്. ഒരു സിംഗിൾ ഷോട്ടിൽ എടുത്തതാണ് 4. അതിനകത്ത് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3rd പാർട്ടാണ്. ആ പയ്യനും ആ സൈക്കോളജിസ്റ്റും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പാർട്ടാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് സോഷ്യൽ മീഡിയ ലുക്സ് വെരി ഇന്നസെന്റ്, വെരി നൈസ് പ്ലേസ്, ബട്ട് ഡീപ്പ് ഇൻസൈഡ് ഒരുപാട് അണ്ടർ കറൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ ഒരു സഹപാഠിയെ കൊല്ലുകയാണ്. അപ്പോ ആ പയ്യനെ പോലീസ് പിടിച്ചുകൊണ്ട് വരികയും ആ പേരൻസിന്റെ ആ ഒരു ട്രോമയൊക്കെയാണ് പറയുന്നത്. അപ്പോ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കൊന്നും എവിടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും അവർക്ക് അതിനകത്ത് ഒരു പ്രശ്നവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആക്ച്വലി ദിസ് ബോയ് വാസ് സൈബർ ബുള്ളീഡ് ത്രൂ സിംബൽസ്. അതിനകത്ത് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും റെഡ് ഹാർട്ടാണ് ആൾക്കാർക്ക് കൊടുക്കാറ്, ഞാനൊരാൾക്ക് ബ്ലാക്ക് ഹാർട്ട് കൊടുത്ത അതിന്റെ അർത്ഥം എന്താണ്, യെല്ലോ ഹാർട്ട് കൊടുത്ത അതിന്റെ അർത്ഥം എന്താണ്, ഗ്രീൻ ഹാർട്ട് കൊടുത്ത, ഇതിനെല്ലാത്തിനും സിമ്പിൾ ഉണ്ട്. നയൻ എന്ന് പറഞ്ഞ പേരന്റ് ബിഹൈൻഡ് ദ ഷോൾഡർ എന്നാണ് അർത്ഥം. പീപ്പിൾ ഹാവ് ഫിൻസ്റ്റ എന്ന് പറഞ്ഞാൽ ഫേക്ക് ഇൻസ്റ്റ അക്കൗണ്ട്, ലോകത്തിന് മുമ്പിൽ കാണിക്കാനായിട്ട് ഒരു നല്ല അക്കൗണ്ട്. എന്റെ ഡീപ് ഡിസയേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് there is a ഫിൻസ്റ്റ. അപ്പോ ദ വേൾഡ് ഈസ് വെരി വെരി അതെ 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 അതെ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ റിയൽ വേൾഡ് ആൻഡ് റിയൽ വേൾഡ് എന്നുള്ള റിയാലിറ്റി ആ ഒരു ഡിഫറൻസ് നമ്മള് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്ങനെ അച്ചീവ് ആയിരിക്കും സാറേ? ഹൗ ക്യാൻ വി ബ്രിങ് ദം ബാക്ക് ടു ദ റിയൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവര് ലെറ്റ് ദം ഇൻവോൾവ് ഇൻ റിയൽ വേൾഡ് ആക്ടിവിറ്റീസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് അവരെപ്പോഴും നമ്മുടെ അടുത്ത് പറയുന്നൊരു വാക്ക് എന്താണ്? ബോറടിക്കുന്നു അല്ലെ? ഏതൊരു പേരന്റിനും അലാറം പോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേൾക്കുന്നതാണ്, എനിക്ക് ബോറടിക്കുന്നു എന്താ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഞങ്ങൾ റിസർച്ചിൽ പറയുന്ന ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് ഈസ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന പോലെ ദ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റാർട്ട് ക്രിയേറ്റിവിറ്റി ഈസ് ബോർഡം. കാരണം ബോർഡം, ഞാൻ വായിച്ചൊരു ആർട്ടിക്കിളിൽ പറയുന്നതാണ്, യു ഷുഡ് കൾട്ടിവേറ്റ് ബോർഡം. കാരണം ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ഇപ്പൊ നമ്മൾ പണ്ട് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, പല ഡിഫറെന്റ് ഗെയിംസും നമ്മൾ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പ് ഓഫാക്കി വെച്ച് എല്ലാ ഗാഡ്ജറ്റ്സും ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ അവർ തന്നെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അത് ഇപ്പൊ ഞാൻ ഈ അടുത്ത് വായിച്ചതാണ് JK റൗളിംഗ്. അവര് ഈ പറഞ്ഞ ഒരു ട്രെയിന് വെയിറ്റ് ചെയ്യുമ്പോൾ ട്രെയിൻ ഭയങ്കരമായിട്ട് ഡിലേ ആയി. ഷീ ഫീൽ വെരി ബോർഡ്. അങ്ങനെ ആ ബോർഡത്തിൽ നിന്നാണ് അവർക്ക് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയത്. അതെ. അപ്പോ നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്, അവരെ നമ്മള് ബോറടിക്കാൻ അനുവദിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ നെഗറ്റീവ് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാനാണ് നമ്മളിപ്പോ ഈ പറഞ്ഞെല്ലാം വെച്ചു കൊടുക്കുന്നത്. പക്ഷേ ലെറ്റ് ദം ഗോ ത്രൂ ഇറ്റ്. അവർക്ക് ബോറടിക്കട്ടെ. പക്ഷെ ആ ബോറടിക്കുന്നതിലൂടെയാണ് അവരെ തന്നെ എക്സ്പ്ലോർ ചെയ്യുകയും അവരുടെ ചുറ്റുമുള്ളത് എക്സ്പ്ലോർ ചെയ്യുകയും അവർക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുകയും ചെയ്യുന്നത്. അതെ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചെയ്തൊരു പരിപാടി, ഞാൻ വീട്ടിലെ ഒറ്റ സ്ക്രീനേ ഉള്ളൂ, TV. വേറെ സ്ക്രീനും പിള്ളേർക്ക് കൊടുക്കത്തില്ല. ഇപ്പൊ TV ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വയ്ക്കാൻ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിച്ചു, ഒരാഴ്ചയായിട്ട് TV കൊടുക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു TV റിമോട്ട് കാണാനില്ല എന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തിട്ടുണ്ട്, ആമസോണിൽ ഇത് ചെയ്തിട്ടുണ്ട്, വരാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വി വോണ്ടഡ് ടു സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ കൂടുതലും വീട്ടിലുള്ളത് എൻ്റെ 2 ഇളയ മക്കളാണ്, 5 വയസ്സുകാരനും 3 വയസ്സുകാരും. ഇപ്പം 5 വയസ്സുകാരനാണ് ഈ TV ഇച്ചിരി ഒരു അഭിനിവേശം എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾ മാറ്റി കഴിഞ്ഞത്തേക്കും ആദ്യത്തെ ദിവസം ഇച്ചിരി പാടായിരുന്നു. ഞാൻ ആ ആളുടെ കൂടെ ഇരുന്നത്, പുള്ളി ഇടയ്ക്ക് വന്നിട്ട് കരയും, എനിക്ക് TV കുറച്ച് നേരം കാണണം, ഇതാണെന്ന് പറഞ്ഞിട്ട് ഇത് പറയും. 2ാമത്തെ ദിവസം ആയപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ആള് വേറെ ലെവലായി. അവളെ കുഞ്ഞിന്റെ കൂടെ, എൻ്റെ ഇളയ മോളുടെ കൂടെ ഒരു ഭയങ്കരമായിട്ട് ജെല്ല് ചെയ്ത് കളിക്കാൻ തുടങ്ങി. 4 ദിവസം ആയപ്പോഴത്തേക്കും അവർ തന്നെ ഡിസ്കവർ ചെയ്തു പല കാര്യങ്ങളും, കുറെ മിസ്റ്റേക്സ് ഉണ്ടാക്കി, വിച്ച് വി ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതിന്റെ വഴക്കുറയൊന്നും പോയില്ല. എന്നാലും അവരിങ്ങനെ
ശരിക്കും 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വർ എ ഡിഫറെന്റ് ബഞ്ച്. അവർ ഒത്തിരി ഇന്ററാക്ട് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അവർക്ക് രാവിലെ അവർ തന്നെ റുട്ടീൻ ഉണ്ടാക്കി. നമ്മൾ രാവിലെ നമുക്ക് വെള്ളത്തിൽ കളിക്കാം, ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് നേരം മറ്റേ ഇത് ബ്ലോക്സ് വെച്ച് കളിക്കാം. രാവിലെ എഴുന്നിട്ട് പറയുന്ന മനസ്സിലായി 3 വയസ്സുകാരി 2 അമേസിങ്. അതെ, അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 3 ദിവസം 4 ദിവസം ഡിജിറ്റൽ ഡീടോക്സ്. ഈ ഡിജിറ്റൽ ഡീടോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ബിൽ ഗേറ്റ്സ്, അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഹാബിറ്റ് ആണ് തിങ്ക് വീക്സ്. അപ്പൊ തിങ്ക് വീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അദ്ദേഹം 2 തവണ ഓരോ ആഴ്ച വീതം അദ്ദേഹം ഒരു റിക്ലൂസ് ആവും. അദ്ദേഹത്തിന്റെ ഒരു ഐലൻഡിലുള്ളൊരു റിസോർട്ടിൽ പോയിട്ട് ഒരു ബഞ്ച് ഓഫ് ബുക്സും എടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. എന്നിട്ട് അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദ വേൾഡ്. ആൻഡ് ദാറ്റ് ഈസ് ദ ടൈം വെൻ അദ്ദേഹം പുതിയ ആശയങ്ങളും പുതിയ തോട്ട്സും പുതിയ പെർസ്പെക്റ്റീവ്സും എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, എൻ്റെ ഫേവററ്റ് ബുക്ക് എന്ന് പറയാവുന്നത് റോഡ് ലെസ് ട്രാവൽഡ് എന്ന് പറഞ്ഞ ബുക്കാണ് ബൈ സ്കോട്ട് പെക്ക്. അപ്പൊ അതിനകത്തെ അദ്ദേഹം പറയുന്ന ഒരു സജഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. ചിൽഡ്രൻ ഡോണ്ട് ഡു വാട്ട് വി സേ, ദേ ഡു വാട്ട് വി ഡു. അപ്പോൾ മക്കൾ ഡിജിറ്റൽ ഡിവൈസസ് കുറച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ഡിവൈസ് കുറച്ച് ഉപയോഗിക്കണം. നമ്മൾ ഫോൺ നോക്കി ഇരുന്നിട്ട് ഇവൻ വായിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ നടക്കില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടില് ഇന്റൻഷനലി കുറെ ബുക്കുകൾ വെച്ച് ഞാൻ വായിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളും അങ്ങനെ ആവുകയുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ടു ബി റോൾ മോഡൽസ് ടു ദം. അതാണ് ഈ ഡിജിറ്റൽ എന്താണ് ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് സാറ് പറഞ്ഞതിനോട് ഞാൻ ഒത്തിരി യോജിക്കുന്നു. കാരണം ഞാനത് ഒത്തിരി പരീക്ഷിക്കുന്ന ഒരാളാണ്. കുട്ടികളെ വെച്ച് എങ്ങനെ അവരുടെ ഇത്തിരി കൂടിയും വേറെ ലെവലിലേക്ക് ആക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി. എനിക്കും സ്ക്രീൻ ടൈം ലിമിറ്റഡ് ആണ് വീട്ടില്. ഒപ്പം തന്നെ ഞാൻ അവരെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ഒരു ബുക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബുക്ക് വായിച്ചു കൊടുക്കും. ഗിഫ്റ്റ് കൊടുക്കുന്നത് ബുക്സ് ആയിരിക്കും. പക്ഷെ അവരൊരു ഓട്ടോമാറ്റിക്കലി ആ ഒരു കഥകളോടുള്ള ഇഷ്ടം അവർക്ക് ഇപ്പൊ തന്നെ തുടങ്ങി. അല്ലെങ്കിൽ അവർ ക്യൂരിയസ് ആണ് ഇത്തിരി കൂടിയും. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് എനിക്ക് കാണാറുണ്ട്. അത് ലിജിൻ പറഞ്ഞ പോലെ 1-2 ആഴ്ച കംപ്ലീറ്റ് ടി വിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനും പാടാ. കാരണം അത് അവർക്ക് ഇത്തിരി കൂടി നമുക്കുള്ള പോലെ തന്നെ ആ ഒരു ഡോപ്പമിൻ റഷ് കൂടുതൽ അവർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര ടോപ്പിക്കുകൾ കവർ ചെയ്തല്ലേ. ഇവിടെ തുടങ്ങി ഇൻട്രീഗിങ് ആണ്. നമ്മൾ എന്നാ വലിയൊരു കുഴിയിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യം. എനിക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവണം. അപ്പോ അതിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ സഞ്ചരിച്ചു. ഈ വർത്തമാനം നമ്മൾ തുടരും തീർച്ചയായിട്ടും. ഒപ്പം നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് നമുക്ക് എടുക്കാൻ തോന്നും അല്ലെ. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനിയും വരാം. Definitely. Okay.